സ്വാദിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാ വീടുകളിലും ഒട്ടുമിക്കവാറും ഉണ്ടാക്കുന്നതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമില്ലാത്തതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഉപ്പുമാവ് എങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1 കപ്പ് വറുത്ത റവ, ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു പച്ചമുളകിൻ്റെ എണ്ണമെല്ലാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ 3 ബീൻസ്, ഒരു കഷ്ണം ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ഉണങ്ങിയതല്ല. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇതെല്ലാമാണ് ഈ ഉപ്പുമാവിനായി ആവശ്യമുള്ളത്. ഇനി ക്യാരറ്റും ബീൻസും സവാളയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ കഷ്ണങ്ങളായി വീഡിയോയിൽ കാണിച്ചതുപോലെ അരിഞ്ഞെടുക്കണം. നമ്മൾ അരിഞ്ഞെടുത്ത വെജിറ്റബിൾസ് ക്യാരറ്റ്, ബീൻസും ഗ്രീൻ പീസും കൂടി 1/2 കപ്പ് ഉണ്ട്. ഇനി ബാക്കി 1/2 കപ്പ് സവാളയും പച്ചമുളക്, ഇഞ്ചി, അങ്ങനെ ആകെ 1 കപ്പ്. വെജിറ്റബിൾസ് എത്ര എടുത്തോ അത്ര തന്നെ സവാള എടുക്കണം. അതായത് ബീൻസും ക്യാരറ്റും ഗ്രീൻ പീസും കൂടി 1/2 കപ്പാണെങ്കിൽ 1/2 കപ്പ് സവാള ചേർക്കണം. എന്നാൽ മാത്രമേ ഉപ്പുമാവിന് ഉദ്ദേശിച്ച രുചി കിട്ടുകയുള്ളൂ. പിന്നെ ഇഞ്ചി വളരെ ചെറുതായി അരിയാൻ ഓർക്കുകയും വേണം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസ് സ്റ്റവിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിച്ചാൽ ഉപ്പുമാവിന് രുചിയേറും. ഇവിടെ നെയ്യ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ നിറം മാറി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, സവാള ഉൾപ്പെടെ എണ്ണയിലോട്ട് ഇടുക. ഇനി ഇത് നല്ലതുപോലെ വഴറ്റണം. കറിവേപ്പില ചേർക്കാൻ മറന്നു പോകരുത്. ഇനി സവാളയുടെ നിറമെല്ലാം ഒന്ന് മാറി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റണം. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് 1.25 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. റവ അളന്ന അതേ കപ്പിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് ഒരു 2 മിനിറ്റ് തിളച്ചു കഴിയുമ്പോൾ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. റവ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം മാത്രം അടപ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത എന്നാൽ ഒട്ടും ഡ്രൈ അല്ലാത്തതും വളരെ ടേസ്റ്റിയുമായ ഉപ്പുമാവ് റെഡിയായി. ഇനി ഇത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തതും കുറച്ച് മല്ലിയിലയും ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാം. താങ്ക് യു.